ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ചിത്രത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ജുറാസിക് പാർക്ക് എന്ന ഒറിജിനൽ സിനിമ 90കളിൽ വന്ന സിനിമ ഒരു വലിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ജനങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സിനിമയിലേക്ക് ഉണ്ടായ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സിനിമയ്ക്ക് ഇത്രയും സ്വീകാര്യത ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഇത്രയും സ്വീകാര്യത മലയാളികളുടെ ഇടയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്നും ആ ഒറിജിനൽ സിനിമ ഒരു ട്രഷർ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങൾക്കിപ്പുറം അതിൻ്റെ റീബൂട്ടൊക്കെ ആയിട്ടാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ചിത്രം വന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഐലൻഡ്, ആ ഐലൻഡിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ നടക്കുന്നു. ഡൈനോസേഴ്സിനെ വെച്ചിട്ട് പെട്ടെന്ന് അവിടെ ഒരു അപകടം നടക്കുന്ന കാരണം ഐലൻഡ് അബാൻഡൺ ചെയ്യുന്നു. വർഷങ്ങൾക്കിപ്പുറം ഒരു ടീം ഐലൻഡിലേക്ക് പോവുകയാണ്. അവരുടെ ലക്ഷ്യം മനുഷ്യൻ്റെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡൈനോസേഴ്സിൻ്റെ DNA ഉപയോഗിക്കണം. അതിന് വേണ്ടി ഡൈനോസേഴ്സിൻ്റെ ബ്ലഡ് എടുക്കണം. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളും ആകസ്മികമായി ഇവരുടെ ഇടയിലേക്ക് വരുന്നൊരു ഫാമിലി, മൊത്തത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു റിവ്യൂ ആംഗിൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എനിക്ക് തന്നത്. കാര്യം ഇത് പുതുതായിട്ട് ഈ സിനിമയിൽ ഒന്നും തന്നെയില്ല. ജുറാസിക് പാർക്ക് എന്ന ഒറിജിനൽ സിനിമയിൽ നമ്മൾ എന്താണോ കണ്ടത് അതിനെ അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനെ മാത്രം മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. അതും അതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോകണമെങ്കിൽ ഞാൻ സാധാരണ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. വളരെ എക്സ്പോഷർ വേരിയൻസ് ആണ് സബ്ജക്റ്റും ഗ്രീൻ സ്ക്രീനും തമ്മിൽ. അത് ഇത്തരം ഒരു സിനിമയിൽ യൂണിവേഴ്സൽ വേൾഡ് വലിയൊരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തുള്ള സീനുകൾ, അതൊക്കെ സ്റ്റുഡിയോ ആണെന്ന് പല സീക്വൻസുകളിലും നമുക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റും മറ്റു കാര്യങ്ങളും എല്ലാം. ആകെ മൊത്തം ഒരു ഓക്കേയിഷ് മൂവി എന്നുള്ളതിനപ്പുറം നമ്മുടെ സീക്വൽ അല്ലെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ചിത്രത്തിന് സാധിച്ചില്ല. സ്കാർലറ്റ് ജോൺസൻ്റെ ക്യാരക്ടർ ആദ്യത്തെ കുറച്ച് ഭാഗം ഭയങ്കര പുള്ളിക്കാരിക്ക് ഒട്ടും സ്യൂട്ടാവാത്ത പോലെയായിരുന്നു. പുള്ളിക്കാരുടെ പെർഫോമൻസ് ആയാലും ബോഡി ലാംഗ്വേജ് ഒക്കെ ആയാലും ആ ക്യാരക്ടറിന് സെറ്റാവുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ഭാഗം, ലേറ്റർ പാർട്ട് ഓഫ് ദ മൂവി വന്ന ഭാഗം വളരെ ഈസി ആയിട്ട് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അലിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ അലി പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വൈസൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു പ്രോപ്പർ പ്ലോട്ടില്ല. നമ്മൾ കണ്ട് പരിചയിച്ച ഒരു വിഷ്വൽസും അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു കഥയും ഒക്കെയാണ് സിനിമയിൽ പറയുന്നത്. അത് എന്തെങ്കിലും ഒരു ഫ്രഷ് ആയിട്ടുള്ള സാധനം ട്രൈ ചെയ്യാമായിരുന്നു. ഡയലോഗ്സൊന്നും അത്ര പവർഫുൾ അല്ല. ഒരേ ഒരു ഡയലോഗ് നമ്മുടെ മനസ്സിൽ നിൽക്കും. 99.9% ഓഫ് ദ സ്പീഷ്യസ് എവർ ലിവ്ഡ് ഇൻ എർത്ത് ഹസ് ഗോൺ എക്സ്റ്റിൻറ്റ് and we are like a summer cold for earth and which earth will shake us out when it is tired with us എന്ന് ഹ്യൂമാനിറ്റിയെ പറ്റി പറയുന്നൊരു ഡയലോഗുണ്ട്. അതൊക്കെ നല്ല ഡയലോഗാണ്, നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഡയലോഗാണ്. പക്ഷേ അതിനുമപ്പുറം ആ സിനിമയിൽ വേറെ ഒന്നും തന്നെയും ഇല്ല. അപ്പോൾ ഈ വലിയ ഹൈപ്പോട് കൂടി വന്നിരിക്കുന്ന സിനിമയാണ്, പ്രത്യേകിച്ച് സമ്മർ റിലീസായിട്ട്. ആ ഹൈപ്പിനുള്ള യാതൊന്നും ഈ ചിത്രത്തിലില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അവസാനം ഒരു ഡൈനോസറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അമ്പു, അത് ഒരു ഊളൻ ഡൈനോസർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് എന്തിനാണ് ആ ഡൈനോസറിനെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും, ഒരു ഭീകര അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച്. പക്ഷേ അത് ഭയങ്കര ഓക്വേർഡായിപ്പോയി. ആ ഭാഗത്ത് ആ ക്യാരക്ടറൊക്കെ കൊണ്ടുവന്നു. കുറച്ചും കൂടെ ക്യാരക്ടേഴ്സും കുറച്ചും കൂടെ ഒരു ബാക്ക് പ്ലോട്ടും ഒരു ആർക്കും ഒക്കെ കൊടുക്കാമായിരുന്നു. അതൊന്നും തന്നെ ഇല്ല. ഓൾ ഓഫ് സഡൻ ക്യാരക്ടേഴ്സ് പലയിടത്തുനിന്നായിട്ട് അപ്പിയർ ചെയ്യുന്നു, ഒരു മിഷൻ എടുക്കുന്നു, അവർ പോകുന്നു. ഒരു ബി ഗ്രേഡ് മൂവിക്ക് സമാനമായ ഒരു പ്ലോട്ട് ലൈനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവരിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് പല സീക്വൽസും നമുക്ക് ജുറാസിക് പാർക്കിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സാധനം നമ്മൾ ജുറാസിക് പാർക്ക് കണ്ടതിൽ, ഇത് നമ്മൾ ജുറാസിക് പാർക്ക് കണ്ടതിൽ എന്ന് പറയുന്ന രീതിയിൽ ഓൾ ഓവർ ഞാൻ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട്, കുട്ടികളൊക്കെ ആയിട്ട് ഒരു 4-5 പേര് 10-250 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് 1000 രൂപയൊക്കെ ചിലവാക്കി പിന്നെ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ഈ പടം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് മാത്രമുള്ള ഒന്നും തന്നെ ഇല്ല. കറൻ്റ്ലി റൺ ചെയ്യുന്ന F1 എന്ന് പറയുന്ന സിനിമ വേ ഹെഡാണ് കമ്പയർഡ് ടു ജുറാസിക് പാർക്ക്. 2 ജോണറുകളുള്ള പടമാണെങ്കിൽ കൂടിയും നമുക്കൊരു സമ്മർ ആംഗിളിൽ കാണുമ്പോഴത്തേക്കും ഒരു വേനൽക്കാലത്തിന് പോയി കാണാം എന്നുള്ള ആംഗിളിൽ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ F1 ഈസ് മച്ച് ബെറ്റർ. അപ്പോൾ എന്തായാലും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സിനിമ നിങ്ങൾക്ക് ജുറാസിക് പാർക്കിൻ്റെ അതിയായ ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം, ഇല്ലെങ്കിൽ പോയി തലവയ്ക്കരുത്. നിങ്ങളെ കാശ് നഷ്ടമാവും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.